ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ലഡു റെഡിയാക്കാം. ഈ ലഡു നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം നോക്കാം. അതിന് വേണ്ടി താമസിയാതെ തന്നെ വീടിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഈ കടലപ്പൊടി നല്ലൊന്ന് അരിച്ചെടുക്കാം. ആദ്യം ഞാൻ 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടാണ് ഈ ലഡു തയ്യാറാക്കും. ഞാൻ 2 കപ്പ് കടലപ്പൊടി കൊണ്ട് ഞാൻ 20 ലഡു ഉണ്ടാക്കി. 20 ലഡുവാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ 2 കപ്പ് കടലപ്പൊടി എടുത്ത് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ കടലപ്പൊടി നല്ലൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ കടലപ്പൊടി നല്ലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അരിച്ചെടുത്തിട്ട് 2 കപ്പ് കടലപ്പൊടിക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമായി. അത് കട്ടൊന്നും ഇല്ലാതെ നല്ലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കട്ടൊന്നും ഇല്ലാതെ നല്ല മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി ഞാൻ ഒരു പിഞ്ച് ഫുഡ് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. ഫുഡ് കളർ തന്നെ വേണമെന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. നമുക്ക് ഇഷ്ടമുള്ള കളറ് ഒക്കെ ചേർത്തി കൊടുക്കാം. ഇത് കളർ ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഇതിൻ്റെ മാവിൻ്റെ പരിവെന്ന് പറയണത് നമ്മളെ ഇഡ്ഡലി മാവിനെക്കാട്ടി കുറച്ചും കൂടെ ലൂസായിട്ടുള്ളത്. ഇഡ്ഡലി മാവിൻ്റെ അത്ര കട്ടി വേണ്ട, അതിനെക്കാട്ടി കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു മാവാണ് വേണ്ടത്. ഇതാണ് ഇതിൻ്റെ പരിവെന്ന് പറയണത്. അപ്പോൾ ഞാനതെല്ലാം മിക്സ് ചെയ്തെടുത്ത് ഇനി ഒരു കടായി ഞാൻ സ്റ്റൗവിൽ വെച്ച് നല്ല ചൂടായിട്ടുണ്ടാക്കി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ ഓയിൽ നല്ല ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബൂന്തി റെഡിയാക്കാം. അപ്പോൾ ബൂന്തി റെഡിയാക്കാൻ ആണ് ആദ്യമായിട്ട് നമുക്ക് ഈ മാവ് മുഴുവനായിട്ട് ബൂന്തി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഇതേപോലത്തെ ഒരു ഓട്ടമുള്ള ഒരു അപ്പക്കോരിയിൽ കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ബൂന്തിയാക്കിയിട്ട് മുഴുവനും ബൂന്തിയാക്കി എടുക്കുക. ഈ മുഴുവൻ മാവ് ഇതേപോലെ ബൂന്തിയാക്കി എടുക്കണം. അപ്പോൾ നല്ല അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഉണ്ടാക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഇത് അങ്ങനെ കരിഞ്ഞു പോവും. അങ്ങനെ കരിഞ്ഞു പോവും ചെയ്യരുത് വെച്ചിട്ട് വേവാതെ ആകരുത്. അങ്ങനത്തെ ഒരു പരുവത്തിൽ നമ്മളിത് കുറച്ച് സമയം പിടിക്കും ഉണ്ടാക്കിയെടുക്കാൻ. സാവധാനം ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ബൂന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുഴുവൻ മാവ് കൊണ്ടും ഞാൻ ഫുള്ളും ബൂന്തി ഉണ്ടാക്കിയെടുത്ത്. അപ്പം ഇത് നല്ലൊന്ന് ചൂടാറണം. ചൂടാറിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലിട്ട് കുറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കാം. എന്നെല്ലാം പൊടിയേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി. അപ്പോൾ അതൊന്ന്
പിന്നെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ പാനി ഉണ്ടാക്കിയെടുക്കാം. ഷുഗർ പാനി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 കപ്പ് കടലപ്പൊടിയിലേക്ക് 1 കപ്പ് പഞ്ചസാര. ആ പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം, അത്ര മതി. അപ്പം ഇനി ഇതൊന്ന് നല്ലൊന്ന് അടിപ്പിച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലയിപ്പിച്ചപ്പോഴേക്ക് കുറച്ച് ഏലക്കായ്പ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. നെയ്യ് ചേർത്തിയിട്ടുണ്ട്. ഇത് മിൽമ നെയ്യാണ് ഞാൻ ചേർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നെയ്യും പഞ്ചസാര ഇതൊക്കെ നല്ല ഒന്ന് ഈ വെള്ളത്തിൽ അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല തിളച്ച് നല്ല അലിഞ്ഞ് പിന്നെ വന്നിട്ടുണ്ട്. തിളച്ച പാടനെ ഓഫ് ചെയ്യണ്ട. പിന്നെ ഈ പഞ്ചസാരൻ്റെ പാനി നമ്മൾ കൈമലൊന്ന് തൊട്ട് നോക്കിയിട്ട് ഒരു ഒട്ടൽപ്പരിവം വരും. അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത് ഇങ്ങനെ തൊട്ട് നോക്കുക. ഒരു ഒട്ടൽപ്പരിവം വരുന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യുക. ഇതിപ്പോൾ ഓഫ് ചെയ്യാനായിട്ടുണ്ട്, ഞാൻ ഇത് ഓഫ് ചെയ്യാണ്. അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അത് ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ പൊടിച്ചെടുത്ത് ഈ ഷുഗർ പാനി കുറച്ച് ചൂടോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ചൂടാറരുത്. ചൂടാറിനെ ഒന്നും കൂടി ചൂടാക്കി കൊടുക്കുക. അങ്ങോട്ട് പിന്നെ ഒരു ചെറിയ ചൂടോട് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഷുഗർ പാനി മുഴുവൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ആയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. അപ്പം ഞാനിത് കുറച്ച് ഒഴിച്ച് പിന്നെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ചൂടുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഉരുട്ടാനൊന്നും പറ്റില്ല. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലൊന്ന് ഉരുട്ടിയെടുക്കുക. ചൂടുള്ള പാനിയല്ല ഒഴിക്കണം. അപ്പോൾ കുറച്ച് ചൂടുണ്ട്. ചൂടുണ്ട്, നല്ല ചൂടാണ്. അപ്പം ഞാനത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് ചൂടാറിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ നല്ല പിന്നെ സിമ്പിളാണ്. കടലമാവും പഞ്ചസാരയും ഓയിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുട്ടികൾക്കുള്ള ലഡുവൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. കെമിക്കലൊന്നും ചേർത്താത്ത നല്ല ഹെൽത്തിയാണ് തന്നെ നമുക്ക് കൊടുക്കാം. ഞാനത് മുഴുവനായിട്ട് ഇങ്ങനെ പിന്നെ ലഡു ഒക്കെ ഉരുട്ടിയെടുത്ത് ഇനി ഇതിലുമ്പോൾ നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ മുന്തിരിയോ അണ്ടിപ്പരിപ്പ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ എൻ്റെ ആ വീഡിയോസ് മിസ്സാവാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും വരും. ഇനി വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.